പരിതാപകരമായ അവസ്ഥയിലാണ് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ജോലികൾ ഭൂരിഭാഗവും പൂർത്തിയായി. അവശേഷിക്കുന്നത് മിനുക്കുപണികൾ മാത്രം. ഇതിനോടകം OP സേവനങ്ങൾ പുതിയ കെട്ടിടത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ടിക്കറ്റ് കൗണ്ടർ, ലാബ് സൗകര്യമെല്ലാം പുറകിലുള്ള പഴയ കെട്ടിടത്തിലാണ്. ഇതിനിടയിൽ കിടന്ന് ഓടുകയാണ് ചികിത്സയ്ക്കെത്തുന്നവർ. നിലവിലെ ടിക്കറ്റ് കൗണ്ടറിലെ ക്യൂ നീണ്ടുപോയാൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നവർക്ക് മഴയും വെയിലും ഏൽക്കാതെ നിൽക്കാനുള്ള സൗകര്യവുമില്ല. ഉദ്ഘാടനം കഴിയാത്തതിനാലാണ് പൂർണ്ണമായി കെട്ടിടം പ്രവർത്തന സജ്ജമാകാത്തത് എന്നാണ് ബന്ധപ്പെട്ടവർ നൽകുന്ന വിശദീകരണം. മന്ത്രിയുടെ ഡേറ്റ് ലഭിച്ചപ്പോൾ ജോലികൾ പൂർത്തിയായിരുന്നില്ല. ഇനി പുതിയ ഡേറ്റ് ലഭിച്ചിട്ട് വേണം ഉദ്ഘാടനം തീരുമാനിക്കാൻ. നിലവിലുള്ള കെട്ടിടങ്ങളിൽ 64 കിടക്കകളുള്ള ഒരു വാർഡ് കെട്ടിടവും സ്റ്റോർ റൂമും കാലപ്പഴക്കത്താൽ ഫിറ്റ്നസ് ഇല്ലാത്തവയാണ്. ചോരാതിരിക്കാൻ ടാർപോളിൻ വിരിച്ചാണ് സ്റ്റോർ റൂം നിലനിർത്തുന്നത്. കാലപ്പഴക്കം ചെന്ന വാർഡിൽ രോഗികളെ കിടത്തി ചികിത്സിക്കാൻ സാധിക്കാത്തതിനാൽ IP പ്രവർത്തനത്തെ ബാധിക്കുന്നുമുണ്ട്. പ്രസവ വാർഡിനോട് ചേർന്നുള്ള ഓടയുടെ സ്ലാബെല്ലാം ഇളകി അപകടകരമായ അവസ്ഥയിലും. നഗരസഭയെ സംബന്ധിച്ച് പരിമിതമായ ഫണ്ടുകളുള്ളൂ. ആ ഫണ്ടുകളുടെ ഏറ്റവും കൂടുതൽ ശതമാനം വിനിയോഗിക്കുന്നത് ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വളരെ പഴക്കം ചെന്ന കെട്ടിടങ്ങളാണ്. ഗവൺമെൻറ്റിലേക്ക് ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും ആ മാസ്റ്റർ പ്ലാൻ ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 40 കോടി രൂപയോളം ചെലവഴിച്ചാൽ മാത്രമേ ഇന്ന് ഈ കാണുന്ന ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് ആക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. 4 വർഷം മുമ്പ് വരെ 600-നടുത്ത് പ്രസവം നടന്നുകൊണ്ടിരുന്ന ആശുപത്രിയിൽ കഴിഞ്ഞ വർഷം നടന്നത് 60-ൽ താഴെ മാത്രം പ്രസവങ്ങളാണ്. പ്രസവതീതി അടുക്കുന്ന ഗർഭിണികളെ അനാവശ്യമായി ഗൈനക്കോളജി വിഭാഗം ഡോക്ടർമാർ മറ്റു ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുന്നു എന്ന ആക്ഷേപവും നിലനിൽക്കുന്നു. എത്തുന്നവരിൽ അധികവും ഇതര സംസ്ഥാനക്കാരായതിനാൽ വൃത്തിയുടെ കാര്യമാണ് ഇതിന് ന്യായമായി ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നത്. ഇതിനു പുറമെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഡോക്ടർമാർ തയ്യാറാവുന്നില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട്. സാധാരണ ആക്സിഡന്റ് ഉണ്ടാകുന്നത് പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടാത്ത എല്ലാം ഇവിടെ ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടെ നിന്ന് അവർ സ്ഥിരം അങ്ങോട്ട് അയക്കുകയാണ്. എവിടെ? നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ ആക്കാണ്. ഇവിടെ ആ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തയ്യാറാകില്ല. ഈ മാസം 14-ാം തീയതി ഒരാൾ മരണപ്പെട്ടിട്ട് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് പോലീസ് ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കി ഇവിടെ പോസ്റ്റ്മോർട്ടത്തിന് കൊടുത്ത സന്ദർഭത്തിൽ അവർ ഈ ബോഡി പോസ്റ്റ്മോർട്ടം ഇവിടെ ചെയ്യാതെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മടക്കി. അവിടെ ചെന്നപ്പോൾ അവർ ഇങ്ങോട്ട് മടക്കി. അപ്പോൾ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഇവിടെ വന്ന് അത് പോസ്റ്റ്മോർട്ടം ചെയ്തു. ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരാണോ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ബോഡിയോട് അനാദരവ് കാണിച്ചിരിക്കുന്നു. ആശുപത്രിയിൽ നിലവിലുള്ള ഏക ആംബുലൻസ് ആകട്ടെ 15 വർഷമെന്ന കാലാവധി തീയതിയോട് അടുക്കാറുമായി. സാധാരണക്കാരാണ് സർക്കാർ ആശുപത്രിയെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് ഇതിനോടകം തന്നെ ആളുകൾ എത്തുന്നത് കുറഞ്ഞിട്ടുണ്ട്. ഈ അവസ്ഥ മാറണം. അധികാരികൾ എത്രയും വേഗം ആശുപത്രിയുടെ കാര്യങ്ങളിൽ ഇടപെടണം. ജോയ്സിയാറിനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഈ വാർത്തയിൽ അവിടുത്തെ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ശ്രീ CM അബ്ദുൽ കരീം, അദ്ദേഹം CPM ഏരിയ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹം നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ CM അബ്ദുൽ കരീം, ഇപ്പോൾ ഈ പെരുമ്പാവൂർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് അവിടുത്തെ ആളുകൾ പറയുന്നത്, അങ്ങ് തന്നെ പ്രതികരിക്കുന്നതൊക്കെ ഞങ്ങൾ കാണുകയാണ്. നമ്മൾ ഇപ്പോൾ ഒരു ആശുപത്രി എന്ന് പറയുന്നത്, ഒരു താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് പെരുമ്പാവൂർ പോലെയുള്ള മേഖലകളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏറെയുള്ളവർ ഉള്ള പ്രദേശമാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ ആശ്രയം എന്ന നിലയ്ക്കാണ്. അവിടുത്തെ പരാധീനതകൾ പരിഹരിക്കാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? പെരുമ്പാവൂര് താലൂക്ക് ഹോസ്പിറ്റല് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ്. മുനിസിപ്പാലിറ്റി വേണ്ടത്ര ഗൗരവത്തിൽ ഇടപെടാത്തതിനെ തുടർന്ന് അവിടെ രോഗികളായി വരുന്ന ആളുകൾ ഏറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കുകയാണ്. അവിടെ ഇപ്പോൾ OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന കെട്ടിടത്തിനകത്തുനിന്ന് മഴയും വെയിലും എല്ലാം കൊണ്ടിട്ട് വേണം ഡോക്ടറെ കാണാൻ വേണ്ടി വരുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ. അത് മാറ്റി അടിയന്തരമായി സ്ഥാപിക്കപ്പെടേണ്ടതാണ്. ഇത് ചെയ്യേണ്ടത് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയാണ്, മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ്. തന്നെയല്ല, അവിടെ പ്രസവത്തിന്റെ കാര്യത്തിനകത്താണെങ്കിൽ തന്നെ ഏതാണ്ട് മിക്ക സന്ദർഭങ്ങളിലും നമ്മൾ അതിൻ്റെ ഒരു എണ്ണം പരിശോധിച്ച് നമുക്ക് ബോധ്യപ്പെടും. ഇപ്പോൾ കുറേ നാളുകളായിട്ട് പ്രസവം എടുക്കുന്നില്ല. എൻ്റെ അറിവിൽ 2 ഗൈനക്കോളജിസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രസവത്തിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അവർ പറയും ഇവിടെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ട് അവരെ തിരിച്ചയക്കുന്ന രീതിയുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന്റെ കേസിനകത്താണെങ്കിൽ തന്നെ
കുറെ നാളുകളായി ഞങ്ങളെല്ലാം പല കമ്മിറ്റികളിലും ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അവിടെ ഡോക്ടേഴ്സ് ഈ കാര്യത്തിനകത്ത് അവര് നിരസിക്കുകയാണ്. നിരസിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോ സാധാരണഗതിയിൽ പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടാത്ത കേസ് സാധാരണ ഈ ഹോസ്പിറ്റലിൽ ചെയ്യാവുന്നതാണ്. ഇവിടുന്ന് അവര് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യണം. ഒന്നല്ലെങ്കിൽ മറ്റേ എറണാകുളം മെഡിക്കൽ കോളേജ് കളമശ്ശേരിയിലോ ഇല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യും. കഴിഞ്ഞ ദിവസം ഉണ്ടായ മുനിസിപ്പാലിറ്റിക്ക് ചുമതലയുള്ള ആശുപത്രി കൂടിയാണ്. പക്ഷേ ഇപ്പോൾ ഡോക്ടർമാരെ രണ്ടുപേരെ നിയമിച്ചിട്ടുണ്ട്. അത് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവാദിത്തത്തിലാണല്ലോ ഡോക്ടർമാരൊക്കെ എത്തുന്നത്. അപ്പോൾ അവരെന്തുകൊണ്ട് ഒരു പ്രസവം വരുമ്പോൾ അവർ വേറെ ആശുപത്രിയിലേക്ക് അവർ റെഫർ ചെയ്ത് വിടുന്നു? അപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഒരു ശ്രദ്ധ ഇക്കാര്യത്തിൽ വേണ്ടേ? ആരോഗ്യവകുപ്പിലേക്ക് ഈ പരാതികൾ അറിയിച്ചിട്ടുണ്ടോ ഡോക്ടർമാരുടെ ഇങ്ങനെ ഒരു ഉദാസീന മനോഭാവം അവിടെ ഉണ്ട് എന്ന്? ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവര് അതിന് തയ്യാറാകുന്നില്ല. അതിന് എന്നോട് ഒരു ദിവസം അവിടുത്തെ സൂപ്രണ്ട് പറഞ്ഞത് അവർക്ക് പേടിയാണ്, ഡോക്ടർമാർക്ക് പ്രസവം എടുക്കുന്നതിന് പേടിയുള്ളതുകൊണ്ട് അവരെടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞു. അല്ല, പേടി എന്തുകൊണ്ടാണ് അവിടെ അതിനുള്ള സജ്ജീകരണങ്ങൾ? അതറിയില്ല, എനിക്കറിയില്ല അവരെന്തുകൊണ്ടാണ് സൂപ്രണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിന് മറുപടി പറയാൻ കഴിയില്ല. സൂപ്രണ്ടിനോട് ഞാൻ എന്തുകൊണ്ടാണ് പേടി എന്ന് ചോദിച്ചില്ലേ? അവിടെ അങ്ങനെ ഒരു അത് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ അവര് വേണ്ടത്ര ട്രെയിനിങ് ഇല്ല, അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. ആ ന്യായം നമുക്കറിയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവര് പരിശോധിക്കേണ്ട കേസാണ്. എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. സീനിയർ ഗൈനക്കോളജിസ്റ്റുകളില്ലേ അവിടെ? സീനിയർ ഗൈനക്കോളജിസ്റ്റുകൾ ഇല്ലാത്ത സാഹചര്യമുണ്ടോ? ഇല്ല, കൂടെ ഉണ്ട്. രണ്ടുപേരുണ്ടെന്നാണ് എന്റെ അറിവ്. ഞാൻ കൃത്യമായിട്ട് എല്ലാം പരിശോധിച്ചിട്ടില്ല. എന്റെ അറിവ് രണ്ടുപേരുണ്ടെന്നുള്ളതാണ്. ആ രണ്ട് ഡോക്ടേഴ്സും ഇതിന് തയ്യാറാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാൻ അതിനുവേണ്ടി അവരുടെ മുമ്പാകെ പോയിട്ടില്ലല്ലോ. ഇത് അവിടെ പലരും വന്ന് പോകുന്ന സന്ദർഭത്തിൽ അവര് പറയുന്ന പരാതിയാണ് ഞാൻ ഈ പറയുന്ന കാര്യം. എനിക്ക് ഈ കാര്യത്തിനകത്ത് വേറെ അനുഭവം ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവരൊക്കെ പൊതുപ്രവർത്തകരാണ്. അപ്പോൾ പൊതുപ്രവർത്തകരോട് അത് പറയുന്നത് അത് പരിഹാരം ഉണ്ടാകും എന്ന് കരുതിയിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായും. ഇത് മുകളിലേക്ക് ഈ പരാതി ഞാൻ അവരോട് ആവശ്യപ്പെട്ടു, എന്താണ് കുറവ്, ഡോക്ടർ ഇല്ലാത്തതാണോ? അങ്ങനെയാണെങ്കിൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമുക്ക് ഇടപെട്ടിട്ട് വല്ല സ്വാധീനങ്ങളോ ഒക്കെ ചെയ്തു കഴിയാമെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ കൊണ്ടുവരാം. മറിച്ച് അത് ചെയ്യുന്നില്ലല്ലോ. നമ്മളെല്ലാ സമയത്തും ഇത് അങ്ങനെ പോകുന്നില്ല. ഇടയ്ക്കെന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് ചെല്ലുന്നത് കവിഞ്ഞ്. അല്ല ശ്രീ അബ്ദുൽ കരീം, രണ്ട് ഡോക്ടർമാരുണ്ടായിട്ട് എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഒന്നല്ലെങ്കിൽ അവിടെ വേണ്ട സജ്ജീകരണങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷന് വേണ്ട സാധന സാമഗ്രികൾ ഇല്ലാത്തതുകൊണ്ടാണ് ഡോക്ടർക്ക് പ്രതിഷേധിക്കേണ്ടി വന്നത്. അവിടെ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങളുടെ കുറവുണ്ടോ? ജീവനക്കാരുടെ, ഇപ്പോൾ മറ്റു നേഴ്സ് അടക്കമുള്ളക്കാരുടെ കുറവുണ്ടോ? അതുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പല്ലേ അത് ക്ലിയർ ചെയ്യേണ്ടത്? ഇപ്പൊ തന്നെ ഈ ഗവൺമെന്റ് ഒരു ഏതാണ്ട് എന്റെ അറിവിൽ 2.25 കോടി രൂപ കൊടുത്ത് ആവശ്യമായ നവീകരണം നടത്തിയിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഈ കാര്യങ്ങൾ ആകെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അത് ശ്രദ്ധിക്കാൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന HMC 3 മാസത്തിൽ ഒരിക്കൽ കൂടണം എന്നുള്ളതാണ് അതിന്റെ നിയമത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ 3 മാസത്തിൽ ഒരിക്കൽ കൂടണമെന്നല്ല, ആവശ്യ സന്ദർഭങ്ങളിൽ HMC വിളിച്ചുകൂട്ടി ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിൽ പോരായ്മ ഉണ്ടെങ്കിൽ പരിശോധിക്കാനുള്ള അധികാരം അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് മുനിസിപ്പൽ ചെയർമാനാണ്. ഇപ്പൊ മുനിസിപ്പൽ ചെയർമാൻ ഇത് പരിശോധിക്കാനും അതിനുള്ള അധികാരമുണ്ട്. പക്ഷെ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുകൊണ്ട് ഈ കാര്യത്തിനകത്ത് മുനിസിപ്പാലിറ്റി ഇപ്പൊ എടുക്കുന്ന ഈ രംഗത്തെടുക്കുന്ന പ്രവർത്തന രീതി ആ പ്രദേശങ്ങളിൽ ജനങ്ങള് രോഗികൾ വരുമ്പോൾ പ്രയാസപ്പെടുന്നു. പോസ്റ്റ്മോർട്ടത്തിന്റെ കേസ് ഇത് തന്നെയാണ്. ഡോക്ടർമാരെ ഇത് നമുക്ക് ഡോക്ടർ ചെയ്യേണ്ട ജോലി നിങ്ങൾ ചെയ്യണമെന്ന് പറയാനുള്ള അധികാരം നമുക്കാർക്കും ഇല്ലല്ലോ. പക്ഷെ അവര് ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയോട് നിങ്ങൾ പ്രതിഷേധം അറിയിക്കുന്നുണ്ടോ? അവിടുത്തെ ജനങ്ങൾ മുനിസിപ്പാലിറ്റിയോട് പ്രതിഷേധം അറിയിച്ചു. എന്തുകൊണ്ട് മുനിസിപ്പാലിറ്റി ഇടപെടുന്നില്ല? ഞങ്ങള് സമരം ഒന്നും പ്ലാൻ ചെയ്തില്ലെങ്കിലും സൂപ്രണ്ടിന്റെ ബന്ധപ്പെട്ട അധികാരിയായിട്ടുള്ള സൂപ്രണ്ടിന്റെ മുമ്പാകെ ഈ കാര്യങ്ങൾ ഒരു 4-5 വട്ടങ്ങൾ ഞാൻ പോയി നേരിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. ശരി, വളരെ നന്ദി ശ്രീ അബ്ദുൽ കരീം പ്രതികരണം അറിയിച്ചു. അദ്ദേഹം പറയുന്നത് മുനിസിപ്പാലിറ്റിയുടെ അല്ലെങ്കിൽ ഉത്തരവാദിത്തക്കുറവെന്നാണ്. പക്ഷേ ഡോക്ടർമാരുണ്ടായിട്ട് അവർ ചികിത്സിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നോക്കേണ്ട ചുമതല ആർക്കാണ്? ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ. HMC 3 മാസത്തിലൊരിക്കൽ യോഗം ചേരേണ്ടതാണ്. അവിടെ എന്തൊക്കെ പരാധീനതകൾ ഉണ്ടെങ്കിലും അത് പരിഹരിക്കാനുള്ള ആശുപത്രി വികസന സമിതിയുടെ ചുമതലയാണ്. അപ്പോൾ അതിനടക്കമുള്ള കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട വസ്തുതയാണ്.